ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, ബൈബിളിൽ പലയിടത്തും പ്രാർത്ഥനയിൽ സ്ഥിരത പുലർത്താൻ നമ്മോട് പറയുന്നുണ്ട്. എഫേസ്യർ 6:18 കേൾക്കൂ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അവൻ്റെ മറുപടിക്കായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ സ്ഥിരോത്സാഹം കാണിക്കുവിൻ. ഇംഗ്ലീഷ് വേർഷനിൽ ഓൾവേസ് കീപ്പ് ഓൺ പ്രേയിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സ്റ്റോപ്പില്ലാത്ത പ്രാർത്ഥന. നമുക്ക് വേണമെങ്കിൽ ദൈവത്തിലേക്ക് ഉയർത്തുന്ന ഒരു ചിന്തയായി പ്രാർത്ഥനയെ കാണാം. ഒരിക്കൽ മാത്രം ഉച്ചരിക്കുന്നതും പിന്നീട് ഒരിക്കലും ഉച്ചരിക്കാത്തതുമായ ഒന്നാകാം. അല്ലെങ്കിൽ അത്യാവശ്യ സന്ദർഭത്തേക്കായി മാറ്റിവെച്ചിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം പ്രാർത്ഥന. എന്നാൽ മുടക്കം വരാതെ പ്രാർത്ഥിക്കാനാണ് വചനം നമ്മോട് ആവശ്യപ്പെടുന്നത്. കൊളോസ്യർ 4:2 ശ്രദ്ധിക്കൂ. ജാഗ്രതയോടും നന്ദിയോടും കൂടെ പ്രാർത്ഥനയിൽ തുടരുക. പ്രാർത്ഥന ഒരു പ്രത്യേക ഘട്ടത്തേക്ക് മാത്രമായി പരിമിതപ്പെടുത്താനല്ല ഇവിടെ പറയുന്നത്, തുടരുക എന്നാണ്. മുടക്കം വരുത്താതെയുള്ള പ്രാർത്ഥന. അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളെ ബൈബിളിൽ നമുക്ക് കാണാം. ദാനിയേലിനെ കേൾക്കൂ. ദാനിയേൽ 6:10. ഇപ്രകാരം ഒരു കൽപ്പന ഒപ്പുവെച്ചിരിക്കുന്നതായി ദാനിയേൽ അറിഞ്ഞപ്പോൾ അദ്ദേഹം വീട്ടിൽ ചെന്ന് തൻ്റെ മാളികമുറിയുടെ ജനാല ജെറുസലേമിന് നേരെ തുറന്നിരുന്നു താൻ മുമ്പ് ചെയ്തിരുന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്തു. ദാനിയേൽ പ്രാർത്ഥിക്കേണ്ടത് രാജാവിൻ്റെ പ്രതിമയോടാണെന്ന കൽപ്പന പുറപ്പെടുവിച്ചിരിക്കെ അതിൻ്റെ ഭവിഷ്യത്തുകൾ വകവയ്ക്കാതെ തൻ്റെ ജീവനുള്ള ദൈവത്തോട് പതിവ് പോലെ പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെയാണ് നാം ഇവിടെ കാണുന്നത്. ആ ദൈവം ദാനിയേലിനെ എല്ലാ ഭവിഷ്യത്തുകളിൽ നിന്നും രക്ഷിക്കുന്നതായും ഇനിയുള്ള ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ദാവീദ് സങ്കീർത്തനം 55:17 പറയുന്നത് ശ്രദ്ധിക്കൂ. വൈകുന്നേരത്തും രാവിലെയും ഉച്ചയ്ക്കും ഞാൻ ആകുലതയാൽ വിലപിക്കുകയും അവിടുന്ന് എൻ്റെ ശബ്ദം കേൾക്കുകയും ചെയ്യുന്നു. ഇവിടെ ദാവീദ് 3 പ്രാവശ്യം വിളിച്ചപേക്ഷിക്കുക മാത്രമല്ല, ദാവീദിൻ്റെ ശബ്ദം ദൈവം കേൾക്കുന്നുണ്ട് എന്നും പറയുന്നു. റോമർ 12:12 നിരന്തരം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നതിന് ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ യേശു ഒരു ഉപമ പറയുന്നുണ്ട്. അനീതിയുള്ള ഒരു ന്യായാധിപനോട് നീതിക്കായി നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു വിധവയ്ക്ക് നിരന്തരമായതിനാൽ ന്യായാധിപൻ നീതി നടത്തിക്കൊടുക്കുന്നതിന് സഹായിക്കുന്നതായി ഈ ഉപമയിൽ കാണുന്നു. അങ്ങനെയാണെങ്കിൽ നീതിയുള്ള ദൈവം നിരന്തരമായി പ്രാർത്ഥിക്കുന്ന നമുക്ക് എത്രയധികമായിരിക്കും കേൾക്കുക. ലൂക്ക 18:7 പറയുന്നത് കേൾക്കൂ. ആകയാൽ ദൈവം രാവും പകലും തന്നോട് നിലവിളിക്കുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളോട് ദീർഘക്ഷമ കാണിക്കുകയും നീതി നടത്തിക്കൊടുക്കുകയും ചെയ്യും. ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അത് ദൈവം നിവർത്തിക്കും. ദൈവത്തെ ദിവസവും അന്വേഷിക്കുന്ന തരത്തിലുള്ള പ്രാർത്ഥനയായിരിക്കണം നമ്മുടേത്. അങ്ങനെ ഒരു പ്രാർത്ഥനയെ നിരുത്സാഹപ്പെടുത്താൻ അദൃശ്യ ശക്തികൾ ശ്രമിക്കും. എന്നാൽ അവയെ ജയിക്കാൻ നമുക്കാകുമെന്നാണ് 1 യോഹന്നാൻ 4:4 പറയുന്നത് കേൾക്കൂ. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിനുള്ളവർ ആകുന്നു. എതിർ ക്രിസ്തുവിൻ്റെ ആത്മാക്കളെ ജയിച്ചുമിരിക്കുന്നു. കാരണം നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലേ. നിരന്തരമായ പ്രാർത്ഥനയെ തടയുന്ന ഏതൊന്നിനെയും നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനാൽ നമുക്ക് തടയാനാകും. ഒരു ദൈവഭക്തൻ ഒരിക്കൽ ഇങ്ങനെ എഴുതി: നമുക്ക് പ്രിയപ്പെട്ട ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം അവരെ നമ്മുടെ നിരന്തരമായ പ്രാർത്ഥനയിൽ ചേർക്കുകയും അവർ ക്രിസ്തുവിൽ വിശ്വാസത്തിലെത്തുമ്പോൾ എന്നേക്കുമായി അവരോടൊപ്പം സന്തോഷിക്കുകയും ചെയ്യുക എന്നതാണ്. ശരിയാണ് സഹോദരങ്ങളെ. 2 ചാൺ മാത്രം ദീർഘമുള്ള ഈ ജീവിതയാത്രയിൽ നാം കാണുന്ന പലരെയും നമ്മുടെ നിരന്തരമായ പ്രാർത്ഥനയിൽ ചേർത്താൽ അവർക്ക് ലഭിക്കുന്ന നിത്യതയിൽ അവരോടൊപ്പം നമുക്കും സന്തോഷിക്കാനാകും. ഏത് പ്രതിസന്ധി വന്നാലും, ജീവൻ തന്നെ നഷ്ടപ്പെട്ടാലും നിരന്തരമായ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്താതിരുന്ന ദാനിയേലിനെ നമുക്ക് മാതൃകയാക്കാം. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും
സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.